നമ്മൾ നമ്മുടെ സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരുമായിട്ടോ സംസാരിക്കുന്ന സംസാരങ്ങൾ ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നമ്മളുടെ മൊബൈൽ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കും. ഇൻ്റർനെറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നോ അത് ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ചെയ്യുകയും നിങ്ങൾ സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഇംഗ്ലീഷ് വേർഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൻ്റെ പേരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരസ്യം നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഷൂവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷൂ ഏത് കമ്പനിയുടേതാണെന്ന് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ ക്യാച്ച് ചെയ്ത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്പുകളിലൊക്കെ പരസ്യം കാണിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ സേവ് ചെയ്യുകയും നമ്മുടെ സംസാരത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അത് ഗൂഗിൾ സേവ് ചെയ്ത് നമുക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് പരസ്യങ്ങൾ അത്തരത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്തതോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരും. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് 2 സെറ്റിങ്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ആ 2 സെറ്റിങ്സ് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റം വരുത്തണം. ഒന്നാമത്തെ സെറ്റിങ്സ്, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ക്രോമിൽ മൈ ആക്ടിവിറ്റി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൈ ആക്ടിവിറ്റി എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഇത് സെർച്ച് ചെയ്ത് വരുന്ന കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ മൈ ആക്ടിവിറ്റി എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. മെയിൽ ഐ ഡിയുടെ പ്രൊഫൈൽ കാണും. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ മുകൾ വലതുഭാഗത്തുള്ള നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ശേഷം നിങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ താഴെ ഭാഗത്ത് കാണും. വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ടിക്ക് മാർക്കിലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളിത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അൺടിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ഇവിടെ വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സ്റ്റോപ്പ് സേവിങ് ഓഡിയോ റെക്കോർഡിംഗ് വിത്ത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ ഒരു മെസ്സേജ് കാണുന്നത്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വോയിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് സേവ് ചെയ്യുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ സ്റ്റോപ്പ് സേവിങ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. താഴെ ഗോട്ട് ഇറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് ചെയ്തത് ഓഫാകും. ഇനി നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഗൂഗിൾ സേവ് ചെയ്യുകയോ അത് മറ്റിടത്തേക്ക് നിങ്ങളുടെ സംസാരങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ഫോണിനകത്ത് ചെയ്യാനുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെറ്റിങ്സിൻ്റെ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ വലതുഭാഗത്ത് കാണുന്ന ഓൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 സെറ്റിങ്സ് ഉണ്ട്. ഒന്നാമത്തെ പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റകൾ ഗൂഗിൾ മറ്റിടത്തേക്ക് ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിവിടെ കാണാൻ സാധിക്കും. ജിമെയിലിനകത്തു നിന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മീഡിയ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോവുക. മൂന്നാമത്തെ ഡിവൈസ് കോൺടാക്റ്റ്, നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റ് ഡീറ്റെയിൽസുകളും ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇവിടെ നിങ്ങളുടെ ഓഡിയോസ് മീഡിയകളാണെങ്കിലും അതുപോലെ തന്നെ കോൺടാക്ട്സ് ആണെങ്കിലും നിങ്ങളുടെ ജിമെയിലിനകത്തുള്ള മെസ്സേജുകളാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് പോകുന്ന ഇതുപോലെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ചിലപ്പോൾ ഓണായി കിടക്കുന്നുണ്ടാകും. ഞാൻ ഓൾറെഡി ഇത് ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 3 സെറ്റിങ്സാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ടത്. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് കൂടുതൽ സേഫാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.